എം.ടി. വാസുദേവൻ നായരെ അനുസ്മരിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. പാലാ സെന്റ് തോമസ് കോളേജിൽ പഠിക്കുമ്പോൾ എം.ടി. ആദ്യമായി നേരിൽ കണ്ടതിന്റെ ഓർമ്മകൾ ജനം ടിവിയുമായി പങ്കുവെക്കുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ ഞാൻ ചെറുപ്പകാലത്ത് കോളേജിൽ ഒരു പരിപാടിക്ക് വിളിച്ച് പാലാ സെന്റ് തോമസിൽ ആ സമയത്ത് അദ്ദേഹമായിട്ട് സംസാരിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് അദ്ദേഹം വളരെയധികം സമയം ഞങ്ങളുമായിട്ട് ചെലവഴിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും സാഹിത്യമായിരുന്നു. ആ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന സാഹിത്യ രംഗത്ത് ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് സാഹിത്യം സാർവലൗകികമായതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് മോഡേണിസവും റിയലിസം, സർ റിയലിസം, മാജിക്കൽ റിയലിസം അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളാണെന്ന് ഞങ്ങൾ അദ്ദേഹം സംസാരിച്ചത് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ചിന്താധാരയിൽ കേരള തനിമയുമായിട്ട് വന്നവരാണ് വൈക്കം മുഹമ്മദ് ബഷീർ, അതുപോലെ എസ്.കെ. പൊറ്റക്കാട്, അതുപോലെ എം.ടി. വാസുദേവൻ നായർ. അപ്പോൾ എങ്ങനെയാണ് മലയാളികളുടെ മനസ്സിൽ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ, പഴമയിൽ നിന്നുകൊണ്ട് തന്നെ ഉള്ള മാറ്റങ്ങൾ എന്നുള്ളതും ആ ചിന്താധാരയെ അദ്ദേഹം സ്വാധീനിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ ഞാൻ കണ്ട കാലഘട്ടത്തിന് ഒരു 10 വർഷം മുമ്പ് എൻ്റെ കുറച്ച് ചെറുപ്പം കൂടിയായിരുന്ന ഈ അവസരത്തിൽ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ, അല്ലെ കോളേജിൻ്റെ ആദ്യ വർഷങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഒരു ചർച്ചയുണ്ടായിരുന്നു കേരളത്തിൽ. ഈ കല ജീവിതത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ കല കലയ്ക്ക് വേണ്ടി തന്നെയോ എന്നുള്ളൊരു ചർച്ചയായിരുന്നത്. കുട്ടി കൃഷ്ണമാരാരൊക്കെ പങ്കെടുത്ത ഒരു ചർച്ച. ഇത് രണ്ടും കൂടെ എങ്ങനെ സംയോജിപ്പിക്കാമെന്ന് കാണിച്ചു തന്ന കലാകാരനാണ്, സാഹിത്യകാരനാണ് സിനിമയിൽ എം.ടി. വാസുദേവൻ നായർ.